പിന്നെ ഒറ്റപ്പാലത്ത് പോകുമ്പോഴൊക്കെ ഏതെങ്കിലും ഷൂട്ടിംഗ് കാണാം. അന്ന് ഷൂട്ടിംഗ് കണ്ട് വാത്സല്യത്തിന്റെ ഒരേ നക്ഷത്രം എന്ന് പറഞ്ഞ എന്റെയും മൂലാണ്. വെറുതെ അല്ല, എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഏക നക്ഷത്രം എന്നാണ് നമ്മൾ അവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിപ്പുറക്കില്ല. ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ആക്ടർ ലാലേട്ടനായിരുന്നു. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ ലാലേട്ടനെയാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ലാലേട്ടന്റെ കളിയും ചിരിയും ഓട്ടവും ചാട്ടവും തല കുത്തിമറച്ചിലും അല്ലേ. നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആക്ടർ ആയിരുന്നു. അതൊരു 9-10 ആകുമ്പോഴേക്കും മമ്മൂക്കാനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ദ കിങ് എന്നൊക്കെ പറയുന്ന പടമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അങ്ങനത്തെ ഒരു ആൺകുട്ടി ആകണം. മമ്മൂക്കയെ പോലെ ആകണം. നേരിട്ട് കണ്ടിട്ടുള്ളത് മമ്മൂക്കേനെയാണ് ഞാൻ ഏറ്റവും ആദ്യം കാണുന്ന ഒരു സിനിമാ താരം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് വാത്സല്യത്തിന്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വന്നിരിക്കുക അവിടെ ഗസ്റ്റ് ഹൗസിൽ. വല്യമ്മയുടെയും ചെറിയമ്മയുടെയും വീട് ഒറ്റപ്പാലത്താ. അപ്പൊ ഞാൻ ഒറ്റപ്പാലത്ത് പോകുമ്പോഴൊക്കെ ഏതെങ്കിലും ഷൂട്ടിംഗ് കാണാം. അന്ന് ഷൂട്ടിംഗ് കണ്ട് വാത്സല്യത്തിന്റെ അന്ന് ഞാൻ മമ്മൂക്കാനെ റൂമിൽ ഇങ്ങനെ ഇരിക്കണുണ്ട്. ഒരുപാട് കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മയ്ക്ക്. ചെറിയ കുട്ടിയാണല്ലോ ഞാൻ. അതൊന്നും നടത്തിയില്ല. എന്തെങ്കിലും സംസാരിക്കണം, പോവാ. പിന്നെ അതേ മമ്മൂക്കേന്റെ കൂടെ ഇത്രയും പടങ്ങള്. ലാലേട്ടനെ ഇന്നാണ് 2-3 വാക്കുകൾ കൊണ്ട് സംസാരിച്ച് ഇടപഴകിയത്. ഇത്രയും ഞാൻ വന്നിട്ട് ഇപ്പൊ 22 വർഷമായി. ഒരുപാട് സന്തോഷം. അപ്പൊ അമൃത എന്താ അസിസ്റ്റന്റാ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അനിയത്തി കുട്ടിയാണ്. അമൃത തന്നെയാണ് പേരും. നിങ്ങൾക്ക് 2 അനിയത്തി അല്ലേ? അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ അച്ഛന്റെ അമ്മേന്റെ അനിയത്തി ഒന്നല്ല, മനസ്സിലായി. പക്ഷെ എന്നാലും അനിയത്തി തന്നെയാണ്. അപ്പൊ വകയില കസിൻ അങ്ങനെ അത് ബന്ധമില്ല. ഒരേ നക്ഷത്രമായി പോയി, ഒരേ പേരായി പോയി എന്നൊക്കെ കുറച്ച് പ്രശ്നം. ഒരേ നക്ഷത്രം എന്ന് പറഞ്ഞ മൂലം എന്റെയും മൂലാണ്. വെറുതെ അല്ല, എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഏക നക്ഷത്രം എന്നാണ് നമ്മൾ അതെ. വേറെ ഏത് നക്ഷത്രം കൈ കൊണ്ട് സത്യല്ലേ പിടിക്കാൻ പറ്റുന്ന നക്ഷത്രം, കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഏക നക്ഷത്രം ഭരണിയാ. അപ്പൊ ഒന്ന് പിടിച്ചോ, തൊട്ട് കാണിച്ചേ. ഭരണി കൊണ്ടുവരണ്ടേ? ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും കൈ കൊണ്ട് തൊട്ട് കാണിക്കാം. ഭരണി കൊണ്ട് ആരാ നടക്കണം? അപ്പൊ ഭരണി ഒന്ന് അന്വേഷിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഒപ്പിക്കാൻ പറ്റും ഭരണി. പൂരാടം ആയില്ല, ഒന്നും തൊടാൻ പറ്റില്ല. ഈ ഒരു നക്ഷത്രം മാത്രമാണ്. എനിക്ക് തുടക്കമേ തുടങ്ങിയ ഒരു കണക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ, എനിക്ക് ഷൈൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അത് ആ മൂലത്തിന്റെ ഒരു ബന്ധമായിരിക്കും. മൂലം കൊണ്ടാണല്ലോ നമ്മൾ ഈ സ്ഥലത്ത് ആസനസ്ഥനാവുന്നത്. ആസനസ്ഥനായിട്ട് റിലാക്സ്ഡ് ആവണല്ലോ ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവം എന്താണ്, അവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിപ്പുറക്കില്ല, മനസമാധാനം ഇല്ല, റിലാക്സ്ഡ് ആവാൻ പറ്റില്ല. ഒരു പ്രശ്നമില്ല. മൂലം കറക്റ്റ് ആണെങ്കിൽ എനിക്ക് ഓൾറെഡി 2 ഓപ്പറേഷൻ കഴിഞ്ഞു മൂലം. അതുകൊണ്ട് വളരെ അമർത്തിയുള്ള സ്വന്തമായിട്ട് സ്വന്തം മൂലം. എത്ര പറയാനുള്ളത്. ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കളിയാക്കിയിരുന്നു ഇങ്ങനെയുള്ളവരെ. മൂലം പറഞ്ഞിട്ട് മൂലക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴല്ല അതിന്റെ മൂലം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, അതുവഴിയാണ് എല്ലാം റിലീസ് ചെയ്യുന്നത്. അത് റിലീസ് ആവുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ തുടങ്ങുന്നതാണ്. വാർദ്ധക്യത്തിന്റെ മെയിൻ രോഗകാരണങ്ങൾ. അത്ര തല വെക്കേണ്ട കാര്യമില്ല. എടുക്കണോ? ഇനി അത് താഴെ വീഴില്ലല്ലോ. വീഴല്ലോ അല്ലേ? അത് സമാധാനമായിട്ടിരുന്നോളൂ.